തൊട്ടില് കിടത്തിയിട്ട് ഏതോ കൊച്ചിനെ ഒഴുക്കി വിട്ട പോലെ ഒരു ടീം വരുന്നുണ്ട്. ഇത് ഭയങ്കര വലിയ സൈസിലെ ഐസാണ്, കടലിൽ ഒഴുകി കിടക്കുന്ന ഐസുകളാണ്. ഇവിടെ ഈ ഐസിന്റെ കളർ നോക്കിയാൽ നിങ്ങൾ നീല കളറുണ്ട്, അതിന്റെ വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗത്തിന് ഒരു ഗ്രീനിഷ് കളറും. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ കളറിട്ട്. ഇവിടെ ഓരോ സ്ഥലവും വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നോക്കി, എന്താണിത്? ഐസിന്റെ ഷേപ്പ് ഉണ്ട്. ഇതൊന്നും മലകളല്ല കേട്ടോ, പർവ്വതോ പാറയൊന്നും അല്ല. ഐസ് പല ഷേപ്പിലായിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. എൻ്റെ മോനെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അന്റാർട്ടിക്കലിന് യാത്ര നടത്തിയതിൻ്റെ ആ ഒരു ഫീല് മൊത്തം കിട്ടിയത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വല്ലാത്ത ഒരു ഫീല് തരുന്ന റൂട്ടാണ്. ഈ കാണുന്ന കുഞ്ഞ് ഐസ്ബർഗിൽ പെൻഗ്വിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അത്രയും കുഞ്ഞതാ. ഇതേ സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടാ, ഇരിക്കണ്ട രണ്ടെണ്ണം. അതാണ് പ്രശ്നം. ഇതിനെ തൊട്ടടുത്ത് പോയാലേ അതിനെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ കിട്ടുള്ളൂ. ചെറിയ പെങ്ങിനാ. എൻ്റെ പൊന്നെ, ഈ സൈഡിലോട്ട് വന്ന് നോക്കിയേ, അങ്ങനെ മോള് വരെ മഞ്ഞ് തന്നെ. ഓരോ മഞ്ഞ് കിടക്കുന്ന ഷേപ്പും ഓരോ സ്ഥലവും വ്യത്യാസമാണ്. നമ്മളെപ്പോഴും ഈ അന്റാർട്ടിക്ക എന്ന് പറയാൻ മഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം വെള്ളമല്ലേ എന്നുള്ള അങ്ങനെയാണെങ്കിലും പക്ഷെ എല്ലാ സ്ഥലവും ഡിഫറെൻറ്റാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും.